നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആണ് ഇന്ന് വരുന്നത്. പ്യുവർ സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബനാറസി സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ക്രീം ആണ്. പേൾ ക്രീമും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. ബോഡിയിൽ കംപ്ലീറ്റ് ഒരു ബനാറസി ബുട്ടി വർക്ക് വരുന്നുണ്ട്. ഒരു വുമൺ സ്റ്റൈലുള്ള ബുട്ടി വർക്കിലായിരിക്കും ബോഡി വന്നിട്ട് നല്ല പാറ്റേണിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് ക്രീമിലുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ബോർഡർ വരുന്ന സാരിക്ക്. ക്ലോസറിൽ വരുമ്പോൾ ഈ ഒരു ലുക്കാട്ടോ സാരി വരുന്നത്. ഒരു സിൽവറിലായിരിക്കും ആ ഒരു ബനാറസി ബുട്ടി വർക്ക് ബോഡിയിൽ കംപ്ലീറ്റ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ക്ലോസറിൽ വരുമ്പോൾ സിമ്പിൾ ബോർഡർ, ഫ്ലോറൽ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും. അപ്പുറം ലോവർ വരുന്നത് ഇതേ സ്റ്റൈലിൽ തന്നെ ആ ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയും വിത്ത് റണ്ണിങ് ബ്ലൗസും വരുന്നത്. ഇതായിരിക്കും പല്ലു വരുന്നത്. നമുക്കൊരു എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സിൽക്കി കോട്ട ഫാബ്രിക് ആണ് സാരി വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കളക്ഷൻസ് ആണ് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരുന്നത്. പ്ലീറ്റ്സ് എല്ലാം നല്ല നീറ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സ് ആണ്. നല്ല സഫിഷ്യന്റ് വിഡ്ത്തിലും ലെങ്ത്തിലുമാണ് സാരി വരുന്നത് കേട്ടോ. നല്ലൊരു റെയർ കോമ്പിനേഷൻ ആണ്. പെൻസിൽ ഗ്രേ വിത്ത് ബ്ലാക്ക് ആൻഡ് ക്രീം ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. പെൻസിൽ ഗ്രേയിലാണ് ബോഡിയിൽ ആ ഒരു ബനാറസി ബുട്ടി വർക്ക് ആയിരിക്കും ഫുൾ ബോഡി വരിക. സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ചെക്ക് വ്യൂ പാറ്റേൺ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട് അതിൽ ആ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നതും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ആയിരിക്കും ബോർഡർ വരിക. ഒരു ഗോൾഡൻ ജെറി വുമൺ പാറ്റേണുള്ള സിമ്പിൾ പല്ലു ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ്. ബേജും ലൈറ്റ് ചിക്കും കൂടി ഉള്ളൊരു കോമ്പിനേഷനിലാണ് സാരിയുടെ ബോഡി വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോർഡർ വരുന്നുണ്ട്. ആ ഒരു ബനാറസി ബുട്ടി വർക്കാണ്. ഫുൾ സാരിയിലും ആ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. മുന്താണി, ബ്ലൗസ്. നല്ലൊരു യുണീക്ക് സ്റ്റൈലിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് അടുത്ത സാരി വരുന്നത്. ഡാർക്ക് കോഫിയാണ് സാരിയുടെ ബോഡി കളർ വരുന്നത്. അതിൽ കോപ്പർ സെറിയിലാണ് ഒരു ബനാറസി ബുട്ടി വർക്ക് വരുന്നത്. കോപ്പർ സെറിയിലായിരിക്കും ഡബിൾ സൈഡ് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലായിരിക്കും ബോർഡറും. ഡബിൾ സൈഡ് ബോർഡർ, ഷോർട്ട് പല്ലു, ബ്ലൗസ്. കളർ പാലറ്റ് സെയിം തന്നെ, ഡാർക്ക് കോഫി തന്നെയാണ് സാരിയുടെ ഒരു ബോഡി കളർ വരുന്നത്. ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ ഒരു ബോർഡറിൽ മാത്രമേ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഡിസൈനിൽ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അതേ കോപ്പർ ടോണിൽ തന്നെയുള്ള ബനാറസി ബുട്ടി വർക്ക് ആയിരിക്കും എൻറ്റയർ സാരിയിൽ. കോഫി ബ്രൗണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോർഡർ വിത്ത് പല്ലു, ബ്ലൗസ്. ഗ്രീൻ ടിൻറ്റഡ് ഗ്രേ ആണ്. ഒരു ഗ്രീനും ഗ്രേയും ഒരു ബ്ലെൻഡഡ് ടോൺ ആട്ടോ സാരിയുടെ ബോഡി വരുന്നത്. അതിലും ബനാറസി ബുട്ടി വർക്ക് ആണ് ഫുൾ സാരി വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ, ഷോർട്ട് പല്ലു വിത്ത് ബ്ലൗസ്. ഇനി ഒരു റിവേഴ്സ് പാറ്റേണിലാണ് അടുത്ത സാരി വരുന്നത്. ഇതിന്റെ ബോഡി കളർ വരുമ്പോൾ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. ഫാബ്രിക് സെയിം തന്നെയാണ്. സിൽക്കി കോട്ട തന്നെ സാരിയുടെ ഫാബ്രിക് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോമ്പിനേഷനിൽ ചെക്കേർഡ് പാറ്റേണിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത് കേട്ടോ. ഒരു പേസ്റ്റൽ പീച്ചാണ്. പീച്ച് ടോണിൽ ചെക്ക് പാറ്റേണിലുള്ള ബോർഡർ. ഈ ഒരു പാറ്റേണിൽ നല്ലൊരു ഡിസൈനർ കോൺസെപ്റ്റിലാണ് സാരി വന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആണ്. ഷോർട്ട് പല്ലു, പോൾക്ക ഡോട്ടിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ചെക്കേർഡ് പാറ്റേൺസ് വരുന്നുണ്ട്. പീച്ചിൽ ആ ഒരു ബ്ലാക്കിലുള്ള പോൾക്ക ഡിസൈൻസ് ആയിരിക്കും വിത്ത് ബ്ലൗസ്. സെയിം പാറ്റേൺ തന്നെ, ബോഡി എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു കോമ്പിനേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ടീൽ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ചെക്കേർഡ് പാറ്റേണിൽ ടീൽ ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ടീൽ ഗ്രീനിലായിരിക്കും സാരിയുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഷോർട്ട് പല്ലു തന്നെ സാരിക്ക് വരുന്നത്. ടീൽ ഗ്രീനിൽ തന്നെ സിമ്പിൾ പല്ലു, പോൾക്ക ഡോട്ടഡ് ബ്ലൗസ്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ച് ആണ് ബോർഡർ വരുന്നത്. ചെക്കേർഡ് പാറ്റേണിൽ പേസ്റ്റൽ പീച്ച്, ബ്ലാക്കിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോഡി, മുന്താണി, പോൾക്ക ഡോട്ടഡ് ബ്ലൗസ്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഈ സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. പക്ഷേ പാറ്റേണും ഡിസൈനും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ആ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വർക്ക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആപ്ലിക് വർക്കിന്റെ ഒരു എഫക്റ്റ് ആണ് സാരിക്ക് വരുന്നത്. ഒരു ഫുൾ ഫ്ലോറൽ പാറ്റേൺ തന്നെ വന്നിട്ട് ഓരോ ഡിസൈനും ഞാൻ ക്ലോസറിൽ കാണിക്കാം. ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ ആപ്ലിക് വർക്കിന്റെ ഒരു ഫീലിലാട്ടോ സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു സിമ്പിൾ ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട്. ബോർഡർ വരുമ്പോൾ ഒരു ലേസ് വർക്കിലായിരിക്കും ക്രോഷ്യോ ലേസ് വർക്ക് വന്നിട്ട് എൻറ്റയർ ബോഡി ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ഫുൾ ബോഡിയിൽ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് കളർ പാലറ്റിലുമാണ് സാരി വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ്.
ബ്ലൗസിന്റെ ഫാബ്രിക് വരുമ്പോൾ ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്. സാരിയുടെ ഫാബ്രിക് വരുന്നത് സിൽക്കി കോട്ടൺ.